അമ്മ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകവെ പ്രതികരണവുമായി നടി മല്ലിക സുകുമാരൻ. അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ ഉന്നയിച്ച പരാതിയിൽ മല്ലിക സുകുമാരൻ സംശയം പ്രകടിപ്പിച്ചു. അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്ന് പറയുന്നു. പിന്നീട് അതേ അൻസിബ പറയുന്നു, എന്നോട് നേരിട്ടല്ല, നീനക്കുറുപ്പ് ചേച്ചി കേട്ടതാണ്. അൻസിബ എന്ന കുട്ടിയെ മെയ് 5-ാം തീയതി വരെ അടുത്തറിയാം. ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണോ വലിയ കാര്യം? മിടുക്കിയല്ലേ, സ്മാർട്ടായി നിൽക്കണം എന്നൊക്കെ മകളെപ്പോലെ ഞാൻ പറഞ്ഞതാണ്. മൈക്കിന് മുന്നിൽ നിന്ന് പിന്നീട് അൻസിബ സംസാരിക്കുന്നുണ്ട്. ഞാൻ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ അൻസിബ ആയിരുന്നില്ല അത്. സംസാര രീതിയിൽ തന്നെ മാറ്റം. ഒരു റിബൽ ടൈപ്പ് ആയി അൻസിബ. ടിനി ഇങ്ങനെ ചെയ്തല്ലോ, എന്തൊരു വൃത്തികേടാ എന്ന് പോലും എനിക്ക് തോന്നി. പിന്നീടാണ് നേരിട്ടല്ല കേട്ടത്, നീന കുറുപ്പ് പറഞ്ഞതാണെന്നും. അപ്പോൾ ഞാൻ അന്വേഷിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി അൻസിബ ഒരു വാചകം പറഞ്ഞു. കുടപ്പനക്കുന്ന് രാജീവും മകനും ഈ കഥ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ അടക്കില്ലായിരുന്നു എന്ന്. അവിടെയാണ് അൻസിബയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പോയത്. കുടപ്പനക്കുന്ന് രാജീവിൻ്റെ മെസ്സേജ് അൻസിബയ്ക്ക് എവിടെ നിന്ന് കിട്ടി? സ്പോൺസറിങ്ങുമായി ബന്ധപ്പെട്ട് അൻസിബ പറഞ്ഞത് മതപരമായി ബന്ധപ്പെട്ട് ഒരുത്തൻ്റെയും ഡിസ്പ്ലേ അവിടെ വരാൻ പാടില്ല എന്നാണ്. അത് പറയാൻ മാത്രം എന്ത് വികാരമാണ് അൻസിബയ്ക്ക് തോന്നിയത്? അൻസിബയ്ക്ക് ഹിന്ദുക്കളോട് വിരോധം ഇല്ലല്ലോ. അതേ അമ്പലത്തിൽ അൻസിബ പോയിട്ടുണ്ട്. പരിപാടിക്കാണോ എന്നറിയില്ല. ടിനി ജിഹാദി എന്ന് വിളിക്കുന്നത് ഞങ്ങളാരും കേട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും അൻസിബയോട് നേരിട്ട് ചെയ്ത കാര്യങ്ങളല്ലല്ലോ എന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. അൻസിബയുടെ ദൃശ്യം സിനിമ ഹിന്ദുക്കളാരും കണ്ടിട്ടില്ലേ? വേണ്ടാത്തത് പറഞ്ഞ് ഇല്ലാത്തത് കുത്തിത്തിരുകി കൊടുക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ എന്ന് മല്ലിക സുകുമാരൻ തുറന്നടിച്ചു.